പ്രാർത്ഥനയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, നിങ്ങളെ പരീക്ഷ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങളെ ഈ സമയത്തൊന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കണം. പറ്റുന്നവരെ അവർ ഇന്ന് ഈ സമയത്ത് ചിലപ്പോൾ 4 മണിക്ക് വരെ ഇരുന്ന് പഠിച്ചിട്ട് ഉറങ്ങിയവർ വിളിച്ചെഴുന്നേൽപ്പിക്കരുത്, അതങ്ങ് ഉറങ്ങട്ടെ. പക്ഷേ ഇന്നലെ രാത്രി 11 മണിക്കൊക്കെ ഉറങ്ങിയവരെ ഇന്ന് ഈ സമയത്ത് വിളിച്ചെഴുന്നേൽപ്പിക്കുന്നത് നല്ലതാണ്. എന്നിട്ട് ഈ പ്രാർത്ഥനയുടെ കൂടെ കൊണ്ടുവരണം. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു പരീക്ഷാ പ്രാർത്ഥന കിട്ടും. നിങ്ങളെന്തിനാ അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവരുടെ ശിരസ്സിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. അനുവദിക്കുന്ന കുഞ്ഞുങ്ങൾ, ചില കുഞ്ഞുങ്ങൾക്ക് ആരും തലേ കൈവയ്ക്കുന്ന ഇഷ്ടമില്ലാത്തവരുണ്ട്. അവരെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യരുത്. അത് കാര്യം നിങ്ങളുടെ പ്രാർത്ഥന അവരുടെ കാരണം നിങ്ങളുടെ പ്രാർത്ഥന പോകും. അപ്പോൾ അത് നിങ്ങളുടെ സൗകര്യം പോലെ അവിടുത്തെ രീതി അനുസരിച്ച് ചെയ്യുക. തലേ കൈവയ്ക്കുന്ന അമ്മമാർ കുഞ്ഞുങ്ങളുടെ തലേ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. എന്നിട്ട് ഈ പ്രാർത്ഥന ഓൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ മനസ്സിൽ വിശ്വാസപ്രമാണത്തിലേക്ക് കൊണ്ടിരിക്കണം. കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു. ബോർഡ് എഴുതുന്ന കുഞ്ഞുങ്ങളെ, SLCക്ക് എഴുതുന്ന കുഞ്ഞുങ്ങളെ എല്ലാം ഓർക്കുന്നു കർത്താവേ. അവരെല്ലാം നീ ആശീർവദിക്കണം. ഭയമുള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് കർത്താവേ, പഠിച്ചിട്ട് കയറാത്തത് ഇനി എന്താണോ വരാൻ പോണത്, എന്താ ഡിപ്രഷൻ അടിച്ചെങ്കിൽ മക്കളുണ്ട് ഈശോയെ. ആത്മാവിൻ്റെ ശരീരത്തിന് വൈദ്യമായ യേശു ക്രിസ്തുവേ, വൈദ്യശാസ്ത്രജ്ഞരെ സൂചിക്കും മരുന്നിനും കടന്നില്ലാത്ത മനുഷ്യംശര ഗാത്രങ്ങളിലേക്ക്, അവസാദ രോഗങ്ങളിലേക്ക് കർത്താവിൻ്റെ രക്തം പടരട്ടെ. എൻ്റെ യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ അവസാദ രോഗങ്ങൾ മാറിപ്പോവുകയും നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്യുത്സാഹ പ്രസരിപ്പിനാൽ കർത്താവ് നിന്നെ പുതുതായിട്ട് അഭിഷേകം ചെയ്യട്ടെ എന്ന് 92-ാം സങ്കീർത്തനത്തിലൂടെ പ്രാർത്ഥിക്കുന്ന കർത്താവ്, പുതിയ അഭിഷേകം മക്കൾക്ക് നൽകണമേ. ഭയം മാറുന്ന അഭിഷേകം, ഉത്കണ്ഠ മാറുന്ന അഭിഷേകം, ധൈര്യം നിറയുന്ന അഭിഷേകം കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അഭിഷേകത്താൽ ശക്തി പ്രാപിക്കട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, pour out His spirit of wisdom, whatever you may study able to remember, read the exam and qualify with thy grade. In the name of Jesus Christ pray. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. പഠിക്കുന്ന നിങ്ങളുടെ പുസ്തകങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾക്ക് ഇന്ന് കിട്ടാൻ പോകുന്ന ക്വസ്റ്റ്യൻസിനെ ആശീർവദിക്കുന്നു. നിങ്ങൾ എഴുതുന്ന ആൻസർ ബുക്കിനെ ആശീർവദിക്കുന്നു. കർത്താവിൻ്റെ കരുണ നിങ്ങളെ ആവശ്യിക്കട്ടെ. നിങ്ങളുടെ പെൻസില്, സ്റ്റഡി യുട്ടൻഷ്യൽസ് എന്ന് പറയുന്ന പഠന ഉപകരണങ്ങൾ എല്ലാം ഞാൻ ആശീർവദിക്കുന്നു. കർത്താവിൻ്റെ വിശുദ്ധമായ കരങ്ങൾ നിങ്ങളുടെ ഓരോ പേജുകളെ ആശീർവദിക്കട്ടെ. കർത്താവ് ക്വസ്റ്റ്യൻ തുറക്കുമ്പോൾ തന്നെ കർത്താവെ, നീ മക്കളുടെ ഓർമ്മശക്തിയെ നീ അഭിഷേകം ചെയ്യണം. ആ ഓർമ്മശക്തിയാൽ പെട്ടെന്ന് അവർക്ക് ആൻസർ മനസ്സിലാക്കാനും ആവശ്യമായത് മാത്രം എഴുതാനും ആവശ്യമില്ലാത്ത എഴുതി സമയം കളയാതിരിക്കാനും കർത്താവ് കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക അഭിഷേകം നൽകണം. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അപ്പച്ചന്മാരെ ആശീർവദിക്കുന്നു. കർത്താവ്, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തല്ലിപ്പൊട്ടിച്ച് മുന്നേറാൻ വേണ്ടി കഷ്ടപ്പെടുന്ന അപ്പച്ചന്മാരെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. പറമ്പ് വിൽക്കാൻ നടക്കുന്നവരെ, കേസിന് നടക്കുന്നവരെ, മറ്റുള്ളവരെ നെഗോസിയേഷൻ നടക്കുന്നവർ, ക്രയവിക്രയത്തിന് പോകുന്നവർ, കടകമ്പോളം നടത്തുന്നവർ, ജോലി ചെയ്യുന്നവർ, അവർക്ക് അവരുടെ ഡ്യൂട്ടി തീരാതെ വിഷമിക്കുന്നവർ, വിദേശ രാജ്യങ്ങളിൽ കർത്താവെ പലതരത്തിലുള്ള ഡ്യൂട്ടി ചെയ്തതിൻ്റെ പേരിൽ കേസിൽ കിടക്കുന്നവർ, വിദേശ രാജ്യങ്ങളിൽ വേറെ പല കാര്യങ്ങളിലും കർത്താവ് കേസിൽ അകപ്പെട്ടിരിക്കുന്നവർ, പെസ്റ്റീഷനിലായിരിക്കുന്നവർ, കർത്താവ് പലതരത്തിൽ വിസ്താരങ്ങളിരിക്കുന്നവർ, അവർക്ക് ആരുമില്ല കർത്താവ്. ഈശോയെ, പല കേസിൽ പിടിക്കപ്പെട്ടവരുണ്ട് ഈശോയെ. ചിലപ്പോൾ ശരിയാകാം, ചിലപ്പോൾ തെറ്റാകാം, ചിലപ്പോൾ എന്തായാലും ശരി കർത്താവ്, അവർക്കൊരു അവസരം നൽകണമേ. അവരതിൽ നിന്ന് രക്ഷപ്പെട്ട ഇനി ഒരിക്കലും ആ പഴയ വഴിയെ പോകത്തില്ല ഈശോയെ. അവരുടെ കരുണ കാണിക്കണം പ്രാർത്ഥിക്കുന്നു. കോടതി വഴിയിൽ അവർക്ക് വിടുതൽ നൽകണം, പോലീസ് വഴി അവർക്ക് വിടുതൽ നൽകണം. നല്ല വിധികളുണ്ടാകാൻ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരുടെ കുടുംബം രക്ഷപ്പെടാൻ വേണ്ടി ഒരു വിധിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ കോടതിയിൽ അമ്മയെ പരിശുദ്ധമേ നീ പ്രവേശിക്കണം പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി അഡ്വക്കേറ്റായിട്ട് അമ്മയെ നീ അവർക്ക് വേണ്ടി വാദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജഡ്ജിൽ പരിശുദ്ധാത്മ നിറയണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, സത്യത്തിന് പറ്റുന്നൊരു നീതിക്ക് നിരക്കുന്ന വലിയ വിധി ഉണ്ടാകുകയും ജനങ്ങളിൽ നിന്ന് സമാധാനപ്പെട്ട് ജീവിക്കാൻ ഇടയാകണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഓരോരോ വിഷയങ്ങൾ, ഓരോരോ വ്യക്തികൾ എടുക്കുന്ന തീരുമാനങ്ങൾ അടിസ്ഥിതമായ ജീവിതങ്ങളിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഇരിക്കുന്നവരെ കർത്താവെ നീ അനുഗ്രഹിക്കണം. നീ ആ തീരുമാനങ്ങൾ അവർക്ക് അനുകൂലമായി മാറ്റിക്കൊണ്ട് അവർക്ക് ആശ്വാസം പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ നിൻ്റെ പുസ്തകങ്ങൾ, നിൻ്റെ പേനകൾ, നിൻ്റെ ഹോൾ ടിക്കറ്റുകൾ, നിൻ്റെ ആൻസർ ബുക്കുകൾ എല്ലാം കർത്താവ് വീണ്ടും വീണ്ടും ആശീർവദിക്കുകയും നിൻ്റെ ഇടനെഞ്ചിലുണ്ടാകുന്ന ഉൾഭീതികൾ കർത്താവ് ഉടച്ചു മാറ്റുകയും നിൻ്റെ കർത്താവ് സന്തോഷഭരിതമാക്കുകയും ചെയ്യട്ടെ. ലോർഡ്, ഇൻ പീസ് സ്പിരിറ്റ് ഓഫ് പവർ, നിങ്ങളുടെ യാത്ര, നിങ്ങളുടെ ഉദ്യമങ്ങൾ, നിങ്ങളുടെ ഉദ്യോഗജനകമായ നിങ്ങളുടെ മുഹൂർത്തങ്ങൾ
മീറ്റിങ്ങുകൾ, തർക്കങ്ങൾ, വിതർക്കങ്ങൾ, അതുമൂലം ഉണ്ടാകുന്ന തീരുമാനങ്ങളെല്ലാം കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തിരികെ വരണ കാലം വൈകുന്നേരം രാത്രി ഉറങ്ങാൻ നേരം സമാധാനത്തിൽ ഉറങ്ങാൻ കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് മുഴുവനും കർത്താവിനെ ആസ്വദിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ ഈ ഒരേ കാര്യം തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഒരേ പരാജയം തന്നെ ഓർത്തുകൊണ്ടിരിക്കുക, അതൊന്നും ദൈവഹിതമല്ല. പിന്നെ ഒരാൾ നമ്മളോട് ചെയ്ത ഒരു കൃതജ്ഞത അല്ലെങ്കിൽ നമ്മളോട് ചെയ്ത പ്രതികാരം, അതിനെ തന്നെ എപ്പോഴും ഓർത്തുകൊണ്ട് എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുക, അവൾ അങ്ങനെ ചെയ്ത്, ഏത് പട്ടിക്ക് ഏത് പുളിച്ചും പൂക്കും, എൻ്റെ പുളിച്ചും പൂക്കും, ഏത് പട്ടിക്ക് ഒരു ദിവസം, ഇങ്ങനെ പേട്ട് ഡയലോഗുകളൊന്നും കാച്ചാതെ കർത്താവിൻ്റെ വചനങ്ങളിലേക്ക് കേൾക്കണം. എന്താണെന്നറിയാമോ? ഈശോ ഒരു വിഷയത്തിൽ തന്നെ ഒരിക്കലും ഒരു വിഷയത്തിൽ ഈശോ ഒരിക്കൽ വരുന്ന അതിനകത്ത് തമ്പടിച്ച് നിൽക്കലാണ്. എന്നുവെച്ചാൽ പല ആൾക്കാരുടെയും പ്രശ്നം തമ്പടിയാണ്. ഒരാളോട് ഇഷ്യൂ ഉണ്ടായി, പിന്നെ വരണവരും പോകേണ്ടവരോടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ദൈവത്തിൽ വിട്ടേക്കണം, നമ്മൾ വേറെ വഴിക്ക് പോകണം. വചനം വേറെ വഴിക്ക് പോകുന്ന 2 വചനങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഇപ്പം ഈ മത്തായിയുടെ സുവിശേഷമില്ലേ 2:12 വായിച്ചേ. ഹെരോദസിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന്. ഹെരോദസ് വില്ലനാണല്ല, ഇങ്ങനെ വില്ലത്തരമൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ചെന്ന് പണിമേടിക്കേണ്ട ആവശ്യമില്ല. ചില ആൾക്കാരെ നമ്മളെ കാത്തിരിക്കുക നമുക്ക് പണി തരാൻ. അപ്പം അവനെന്ത് പണികളെ കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അങ്ങോട്ട് ചെന്ന് പണി മേടിക്കും. ഒരാവശ്യമില്ല. നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഡിസ്റ്റർബൻസ് ഏരിയയെ ന്യൂട്രലായിട്ട് അങ്ങോട്ട് ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഹെരോദസിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി. ഒരു വഴി ഇങ്ങനെ മൊത്തം അടഞ്ഞെന്ന് കണ്ടു കഴിഞ്ഞാൽ, ഒരു ഉദ്യോഗം അങ്ങനെ പാഴായി എന്ന് തോന്നിക്കഴിഞ്ഞാലേ, അയ്യോ ഉദ്യോഗം പാഴായെന്ന് പറഞ്ഞ് വിഷമെടുത്ത് കഴിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ പിന്നെ വെള്ളം അടിച്ചുകൊണ്ട് അതിനെ പിന്നെ വെള്ളം അടിക്കാറുണ്ടല്ലോ, അവർക്കുമാർക്കെല്ലാം എപ്പോഴും ഒരു കാരണങ്ങളുണ്ടാകും. എന്നിട്ട് നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടി അവർ പറയും, അത് അന്ന് മുതലാണ് എനിക്കിങ്ങനെയൊക്കെ തോന്നിയതെന്ന് പറയും. എന്നിട്ടും ഈ ഭാര്യ എന്ന് പറഞ്ഞ പെണ്ണ് അവർ പറയും, ഈ ചായൻ ഇങ്ങനെയായിരുന്നു, ഈ ചായ നല്ലതായിരുന്നു, ഇല്ല അന്നൊരു കാര്യം ഉണ്ടായതിനു ശേഷമാണ് ഇങ്ങനെയായിരുന്നു. ഒരു കഥയില്ല. അവളെ സപ്പോർട്ട് ചെയ്യണം. ശരിക്കും പറഞ്ഞ് അതിൻ്റെയൊക്കെ ഒരു കഥയില്ല. നമ്മൾ ആ വിഷയം വിട്ടേക്കാം. ഈശോ പറയും, ആ വിട്ട് ഹെരോദസിൻ്റെ വിഷയം വിട്ട് അവർ മറ്റു വഴിക്ക് പോയത്, അവർ വേറെ വഴിക്ക് പോയി. അത് തന്നെ ഈ നിങ്ങളെ മത്സിപ്പിക്കുകയും നിരാശപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന വ്യക്തികൾ അതൊക്കെ വിട്ടേരെന്ന് പറയത്തില്ല. അതാണ് ഇപ്പോൾ ഈശോ പറയുന്നത്. അതായത് ഈ ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ 9:56 ഇതുപോലൊരു സൂചന ഉണ്ട്. സമരക്കാരോടെ കെട്ടുവെച്ചാൽ യോഹന്നാനും യാക്കോബും ഫസ്റ്റ് പാർട്ടിയല്ല. ഇവർ തന്നെ അവരുടെ പേര് തന്നെ ബൊനാർഗസ് എന്നാ. ഇടിമുഴക്കം എവിടെ ചെന്നാലും ഇടിവിട്ട് പരിപാടിയായിരിക്കും. അപ്പം യോഹന്നാനൊക്കെ അവസാനമാണ് മെച്ചമായത്. കർത്താവിൻ്റെ കറക്റ്റ് അവസാനത്തെ പ്രാർത്ഥനയില്ലേ, അതിലൂടെയാണ് യോഹന്നാൻ രക്ഷപ്പെട്ടത്. അവർ സത്യത്തെ വിശുദ്ധീകരിക്കാൻ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, അവർ സത്യത്തെ യോഹന്നാനൊക്കെ ഉപദേശിച്ചാണ്. സത്യത്തെ വിശുദ്ധീകരിക്കാഞ്ഞൊരു കാര്യം അവർക്കുണ്ടായിരുന്നു. അവർ സമരക്കാരുമായിട്ട് പറഞ്ഞില്ലേ, ഞങ്ങൾ ഇടുത്തി വീണ് അവർ നശിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കട്ടത്. സത്യത്തെ വചനം വിശുദ്ധീകരിക്കപ്പെടാത്തൊരു കാലമായിരുന്നു അവരുടെ. അതുകൊണ്ടാണ് ഈശോ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചത്. അവർ സത്യത്തെ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അങ്ങനെ വചനമാണല്ലോ സത്യം എന്നൊക്കെ പറഞ്ഞത്. അതെന്ത് രസമാണെന്ന് ആ പ്രാർത്ഥന കേൾക്കുമ്പോൾ. എന്തൊരു നാഥൻ, എന്ത് അരുമ ശിഷ്യന്മാരോട് കാണിക്കുന്ന ദൈവത്തിരുസന്നിധിയിലുള്ള ഒരു മാധ്യസ്ഥമുണ്ടാകും, ഒരു വല്ലാത്ത മാധ്യസ്ഥമാണ്. ഇപ്പം ഞാൻ എന്താ പറയുന്നത് അറിയാമോ? ഈ സമരക്കാരായിട്ട് ഒരു കെട്ടുവെച്ചല്ല, അവരിവിടെ വന്ന് ഇടുത്തി വീഴാൻ വേണ്ടി വരപ്രസാദത്തിന് പ്രാർത്ഥിക്കുന്നത്. എന്ത് മനുഷ്യർ! കുരിശ് എടുത്തുകൊണ്ട് കൂടെ വരാൻ പറഞ്ഞൊക്കെ അവർ മറന്നുപോയി. അപ്പോൾ അതൊക്കെ അപ്പോൾ വീണ്ടും അത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന കുറിച്ചെടുക്കണം, കൂടെ വരണമെന്നൊക്കെ. ഇപ്പോൾ അതൊക്കെ മറന്നിട്ടാണ് ഇപ്പം നിങ്ങൾ ഇടുത്തി വീഴാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയുള്ള ഡയലോഗ് ഹീസ് നോട്ട് റെഡി. കർത്താവ് റെഡിയല്ല. കർത്താവ് വിഷയം എടുക്കണില്ല. അവർ വേറെ വഴിക്ക് പോയെന്ന് വായിച്ചത് 9:56. അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. ഈ യാക്കോബിനെയും യോഹന്നാനെയും വിളിച്ചോണ്ടേ സമരക്കാരത്ത് നേരിട്ട് ചെന്ന് കാര്യം വിശേഷം തിരക്കാരല്ല പോയത്. അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് ന്യൂട്രലായിട്ട് സ്കൂട്ടായി. എന്താ പറയുക, അതാണ് അങ്ങനെ ഒരു വിഷയം. അപ്പോൾ നമുക്കൊരു ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളെ തലയിൽ കയറ്റാതെ അടുത്ത നമ്മുടെ വഴി നോക്കി നമ്മൾ പോയേക്കണം, ഒഴിവാക്കി കളഞ്ഞേക്കണം.
അതാണ് അതായത് ഒരു സ്ഥലത്ത് നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടാൽ യുദ്ധയാലുള്ളൊരു മലപ്രദേശത്ത് പോട്ടത് മതി, മലമുകളിലേക്ക് പോട്ടത് മതി, ദൈവത്തിലേക്ക് പോട്ടുന്നതിൻ്റെ അർത്ഥം ഈ മറ്റൊരു വഴി എപ്പോഴും ചെന്ന് എത്തുന്ന ദൈവത്തിലായിരിക്കണം കേട്ടോ. താങ്ക് യു.